എല്ലാവർക്കും ഈ പുതിയ വർഷം എങ്ങനെയുണ്ട്? നമ്മുടെ ക്യാമ്പസ് ന്യൂസിന്റെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയാലോ? ആദ്യം പ്രധാന വാർത്തകൾ. ചിലവേറിയ ആപ്പുകൾക്ക് പിന്നാലെ പോയി കൈപൊള്ളിക്കേണ്ട. സുരക്ഷിതമായും സൗജന്യമായും എല്ലാ വിഷയങ്ങളും സംസ്ഥാന സർക്കാരിന്റെ സമഗ്ര പ്ലസിലൂടെ പഠിക്കാം. ഡിജിറ്റൽ പഠനാനുഭവത്തിന് സമഗ്ര റിസോഴ്സ് പ്ലാറ്റ്ഫോം വികസിപ്പിച്ചത് കൈറ്റ്. ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ് 2025 അഡ്മിറ്റ് കാർഡ് പ്രസിദ്ധീകരിച്ചു. ഫെബ്രുവരി 1, 2, 15, 16 തീയതികളിലായിട്ടാണ് പരീക്ഷ. പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. വിശദ വിവരങ്ങൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാം. കേരള കേന്ദ്ര സർവകലാശാലയിൽ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളിലെ പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന CUET PG 2025 വഴിയാണ് പ്രവേശനം. ഫെബ്രുവരി 1 രാത്രി 11:50 വരെ അപേക്ഷിക്കാം. 2 രാത്രി 11:50 വരെ ഫീസ് അടയ്ക്കാം. ലിങ്ക് ഇതാണ്. ഇന്നത്തെ ക്യാമ്പസ് ന്യൂസിന്റെ എപ്പിസോഡ് ഒത്തിരി സ്പെഷ്യലാണ്. എന്താണെന്നല്ലേ? മൃദുല സ്പെഷ്യൽ സ്കൂളിൽ നിന്ന് ക്രിസ്റ്റിന് ചേരും. ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ്. ലോകത്ത് ഒരു കുഞ്ഞു പോലും അപ്രസക്തനായി ജനിക്കുന്നില്ല. പക്ഷേ ഇവർക്ക് ഓരോരുത്തർക്കും വേണ്ട പരിഗണനയും തുല്യ അവസരങ്ങളും വാഗ്ദാനം ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃപ്പൂണിത്തുറയിൽ ഇതുപോലെ സ്പെഷ്യലായി ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ പരിഗണന നൽകുന്ന ഒരു സ്കൂളിലാണ്, മൃദുല സ്പർശം സ്പെഷ്യൽ സ്കൂൾ. ഇവിടുത്തെ വിശേഷങ്ങളിലേക്ക്. റിട്ടയർമെന്റിന് ശേഷം എന്താണെന്ന ചോദ്യവുമായി പിന്നീടുള്ള ജീവിതം ആശയക്കുഴപ്പവുമായി തള്ളി നീക്കുന്നവർക്കിടയിൽ വ്യത്യസ്തരാവുകയാണ് 87-കാരനായ ക്യാപ്റ്റൻ S. ഗോപാലകൃഷ്ണനും 77-കാരിയായ ഭാര്യ നിത്യ ഗോപാലകൃഷ്ണനും. റിട്ടയർമെന്റിന്റെ ചുറുചുറുക്കിലാണ് സ്പെഷ്യലായി ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി സ്പെഷ്യൽ പരിചരണം നൽകാൻ ഇവർ തീരുമാനിക്കുന്നത്. അങ്ങനെ മൃദുല സ്പർശമെന്ന ഈ സ്നേഹക്കൂടിന് തുടക്കമായി. വെറും 4 വിദ്യാർത്ഥികളുമായി ആരംഭിച്ച ഈ സ്കൂളിൽ ഇന്ന് 70 വിദ്യാർത്ഥികളുണ്ട്. യോഗയും ക്രാഫ്റ്റും സ്പോർട്സും കലകളും മാത്രമല്ല, അക്കാദമിക വിദ്യാഭ്യാസവും ഇവിടെ ഉറപ്പാക്കുന്നുണ്ട്. ബോർഡ് എക്സാം പാസ്സായാണ് ഇവരോരോരുത്തരും ജീവിതത്തെ നേരിടാനിറങ്ങുന്നത്. അവർക്ക് അത്യാവശ്യം വേണ്ടത് സൊസൈറ്റിയിൽ എങ്ങനെ ഉന്നമനം കിട്ടും, കുട്ടികൾക്ക് മാക്സിമം സപ്പോർട്ട് കൊടുക്കുന്നത് ഇവിടുത്തെ സ്റ്റാഫാണ്. 70 കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് 40 സ്റ്റാഫ് ഉണ്ട്. ഞങ്ങളുടെ ആദ്യത്തെ പ്രോഗ്രാം ഞങ്ങളും ഓടും 2025 മൃദുല സ്പർശത്തിൻ്റെ ഓട്ടം അങ്ങനെ ഇന്ന് തുടങ്ങിയിരിക്കുകയാണ്. ഇതിന് ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും ഞങ്ങളുടെ വളരെ വളരെ സന്തോഷം. ഇവരെ സ്വന്തം കാലിൽ നിർത്താനായിട്ടാണ് എൻ്റെയും ഭാര്യയുടെയും ഞങ്ങളുടെ ഒരു ഒബ്ജക്റ്റീവ്, ഒരു എയിം. പക്ഷേ ഇപ്പോഴത്തെ ഞങ്ങളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളിപ്പോൾ വാടക കെട്ടിടത്തിലാണ്. വാടക കെട്ടിടത്തിൽ നിന്ന് സ്വന്തമായിട്ടൊരു സ്ഥലം മേടിക്കണം. അതിന് സഹായ സഹകരണങ്ങൾ എല്ലാവരുടെയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ിലേക്ക് ആത്മാഭിമാനത്തോടെ പ്രവേശിക്കാൻ ഈ കുഞ്ഞുങ്ങൾ തീരുമാനിച്ചെന്ന വാർത്തയാണ് ക്യാമ്പസ് ന്യൂസിനെ മൃദുല സ്പർശത്തിലേക്ക് എത്തിച്ചത്. ഞങ്ങളും ഓടും 2025 നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ മാസം 4 ഇവർ ഉന്നമനം 15 എന്ന പേരിൽ ഒരു 3K റൺ സംഘടിപ്പിച്ചത്. ഡോക്ടർ K. രാഘവൻ IRS ഫ്ളാഗ് ഓഫ് ചെയ്ത മാരത്തണിൽ ഏറെ ആർജവത്തോടെയാണ് കുട്ടികൾ പങ്കെടുത്തത്. ഓടാൻ മാത്രമല്ല, പാട്ടും പിയാനോയും ഒക്കെ ഇവർക്ക് നിസ്സാരം. നദിയിൻ മതിയിൽ കാത്തു കിടക്കിന്റെ ഈയലകൾ നീയെ വാരി മുഖത്തിൽ എത്തും മുഴുതും വേക്കിന്റെ. ഈ സ്പെഷ്യൽ ഇടത്തിലെ ചില ബോർഡുകൾ ഞങ്ങളെ ആകർഷിച്ചു. ആൽമരം, ബ്രഹ്മി, നെല്ലി,
ആര്യവേപ്പ് അങ്ങനെയുള്ള പേരുകൾക്ക് പിന്നിലെന്ത് എന്ന അന്വേഷണമായി പിന്നീട്. ഏകദേശം ഒരു 70% അല്ലെങ്കിൽ 80% കുട്ടികൾ ID കുട്ടികളാണ്, അതായത് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണ്. അപ്പോൾ അവരുടെ ഒരു ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ കണക്കാക്കി നമ്മൾ അവർക്ക് ആ ബേസിക് ആയിട്ടുള്ള ബ്ലോക്കിന് ബ്രഹ്മി ബ്ലോക്ക് എന്ന പേര് നൽകിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് വരുന്നത് നെല്ലി ബ്ലോക്കാണ്. നെല്ലി ബ്ലോക്ക് എന്ന് പറയുന്നത് കുട്ടികളുടെ ഹോൾ ബോഡി ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളതാണ് നെല്ലി. അത് കഴിഞ്ഞ് വരുന്നത് ആര്യവേപ്പ് ബ്ലോക്കാണ്. ആര്യവേപ്പ് ബ്ലോക്കിൽ കുട്ടികളുടെ എല്ലാ തരത്തിലുള്ള ഡെവലപ്മെൻറ്റിനുള്ള ഒരു ബ്ലോക്കാണത്. പിന്നീട് വയമ്പ് ബ്ലോക്ക് വരുന്നുണ്ട്. വയമ്പ് ബ്ലോക്കിൽ കൊച്ചു കുട്ടികളാണ്. അതിൽ വയമ്പ് നമ്മൾ ഒരു മരുന്നായിട്ട് യൂസ് ചെയ്യുന്നത് സ്പീച്ച് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് വയമ്പ് ബ്ലോക്ക് ചെറിയ കുഞ്ഞുങ്ങളുടെ ബ്ലോക്കാണ്. ഇവിടെ ഒരു ക്ലാസ് നടക്കുന്നുണ്ടല്ലോ, ഒന്ന് കയറി നോക്കാം. ഒരു ഹോട്ടൽ മാനേജ്മെന്റ് ക്ലാസ് ആണിതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അല്ലേ? ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ ഗ്രൂപ്പിന് ഞാൻ അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും അവരുടെ വൊക്കാബുലറി ലാംഗ്വേജൊക്കെ എൻറിച്ച് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോലി. അപ്പോൾ അവർക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സ്റ്റോറിയിലൂടെയും അത് കഴിഞ്ഞാൽ അതിൻ്റെ ആക്ടിവിറ്റീസിലൂടെ ആക്ടിങ്ങിലൂടെയാണ് പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് വേണ്ട വേർഡ്സ് നമ്മൾ എടുക്കും. ഇപ്പോൾ ഇവർക്ക് കുക്കിങ്ങിൻ്റെ ഒരു ബേസിക് ലെസൺ അവർ പഠിച്ചു കഴിഞ്ഞു. വിവിധ വസ്ത്രങ്ങളിൽ പെയിന്റ് ചെയ്ത് ഡ്രസ് ഡിസൈനിങ്ങിലേക്കും ഇവർ ചുവടുവയ്പ് നടത്തി. പഠനത്തോടൊപ്പം ഈ ഉൽപ്പന്നങ്ങൾ വിറ്റ് വരുമാനവും നേടുന്നുണ്ട് ഈ കുട്ടികൾ. ഞങ്ങളുടെ വിദ്യാലയത്തിൽ നല്ലൊരു സൈക്കോളജിക്കൽ വിങ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. പ്രവേശനത്തിന് വരുന്ന കുട്ടികളെ അവരുടെ മാതാപിതാക്കളുടെ ഒപ്പം നല്ലവണ്ണം അസസ്മെൻ്റ് നടത്തിയതിനു ശേഷം അവർക്ക് എന്ത് തെറാപ്പിയാണോ വേണ്ടത് അതാത് സെക്ഷനിലേക്ക് ഞങ്ങൾ ഗൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിപ്പം ട്രെഡ്മില്ലിൽ കുറച്ച് നല്ല ഹൈപ്പർ ആയിട്ടുള്ള പിള്ളേരെയൊക്കെ ഹൈപ്പർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൂട്ടിയിടാം. പിന്നെ ജിമ്മുണ്ട്, പിള്ളേർക്ക് നല്ല ഇത് കിട്ടുകയും ചെയ്യും. അതിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഹൈപ്പർ കുറയും, എക്സസൈസ് ആവും. ഇനി അല്പം ചെണ്ടമേളമാകാം. ഞാനും പാടുമെന്ന് പറഞ്ഞ് അപ്പോഴേക്കും യദുവുമെത്തി. മൗനമേ വേദമാ മലർകൾ പേസുമാ പേസിനാലൂലമ്പോ അൻപേ മലരേ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എൻ്റെ കൂടെയുള്ളത് അരുൺ സാവിയാണ്. അരുണിന് ഏറ്റവും വലിയ ആഗ്രഹം എന്താ? ഫോട്ടോഗ്രാഫി. ഒരു ഫോട്ടോഗ്രാഫർ ആകണമെന്നുള്ളതാണ്. അപ്പോൾ അരുണിന്റെ ആഗ്രഹത്തോടൊപ്പം ഞങ്ങൾ നിൽക്കുകയാണ്. അരുൺ, നമുക്ക് അതൊന്ന് കാണിച്ചു കൊടുത്താലോ പ്രേക്ഷകരെ? ഇത് ഒരു സിംഗിൾ ഫോട്ടോ എൻ്റെ എടുത്തതാണ്. ഇത് നമ്മുടെ മുഴുവൻ ക്രൂ മെമ്പേഴ്സിൻ്റെയും ഒരു ഫോട്ടോ എടുത്തതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് അരുൺ. ഇതാണ് സ്റ്റെയർ ലിഫ്റ്റ്. മുകളിലേക്ക് കയറാനും താഴേക്ക് ഇറങ്ങാനും ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ്. 13 ലക്ഷം രൂപയോളമാണ് ഇതിൻ്റെ ചെലവ്. നീണ്ട ഷൂട്ട് കഴിഞ്ഞ് പോകാറായപ്പോഴേക്കും ഒരു ഡാൻസ് മൂഡിലായ ഇവരുടെ എനർജി എന്നെ അതിശയിപ്പിച്ചു. അറിയാതെ അവരിൽ ഒരാളായി മടക്കം. അപ്പോൾ കല്യാണിക്കുട്ടി, ഇവർക്ക് 2025 ഒരു ടാഗ് ലൈൻ ഉണ്ട്. ഞങ്ങളും ഓടും 2025ലേക്ക്. താങ്ക് യു ക്രിസ്. നമ്മുടെ കുട്ടികൾ തകർത്തു അല്ലേ? ഞങ്ങളും ഓടും 2025ലേക്ക്. നല്ലൊരാശയായിരുന്നു. ഇവരെയൊക്കെ പരിചയപ്പെട്ടതിൽ ഞാൻ ഹാപ്പിയാണ്. നിങ്ങളോ? അപ്പൊ അടുത്ത വട്ടം പുതിയൊരു ക്യാമ്പസിന്റെ വിശേഷവുമായി വരാം.